ഉപനിഷത്ത് കഥകൾ. മരിച്ചിട്ടും മരിക്കാത്തവൻ. വാചസ്രവസ എന്ന ബ്രാഹ്മണന്റെ പുത്രനാണ് നചികേതസ്. എല്ലാ കാര്യങ്ങളിലും മിടുമിടുക്കനായ കുട്ടി. അവന്റെ അച്ഛനാകട്ടെ പേരുകെട്ട പിശുക്കനും. ധനം ചെലവാക്കുന്നതിലോ ദാനം കൊടുക്കുന്നതിലോ തീരെ താല്പര്യമില്ല. എങ്കിലും തനിക്ക് പേരും പെരുമയും ഒക്കെ വേണമെന്ന് മോഹവുമുണ്ട്. ദുർമോഹം തന്നെ. ഒരിക്കൽ നചികേതസിന്റെ അച്ഛൻ നാട്ടിൽ പേരെടുക്കുന്നതിന് വേണ്ടി യാഗം നടത്തി. വിശ്വജിത്ത് എന്ന വലിയ യാഗം തന്നെയാകട്ടെ എന്ന് തീരുമാനിച്ചു. യാഗത്തിന് ഫലം ലഭിക്കണമെങ്കിൽ ദാനധർമാദികൾ ലോഭമില്ലാതെ ചെയ്യണം. ഈ യാഗത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. ഈ യാഗം ചെയ്യുന്ന ആൾ തൻ്റെ സകല സമ്പത്തും അന്യർക്ക് ദാനം ചെയ്യണം. ലുബ്ധനായ വാചസ്രവസർ ഉപായം കണ്ടെത്തി. തൻ്റെ വിലയേറിയ സമ്പത്തിൽ അധികവും ബന്ധുഗൃഹങ്ങളിലേക്ക് മാറ്റി. എന്നിട്ട് എല്ലും തോലും മാത്രമായ കുറേ പശുക്കളെ മാത്രം ദാനം ചെയ്യാൻ കൊണ്ടുവന്ന് യാഗശാലയ്ക്കടുത്ത് ഒരുക്കി നിർത്തി. തൻ്റെ പിതാവിൻ്റെ ഈ അധർമ്മ പ്രവൃത്തി നചികേതസിനെ വല്ലാതെ ദുഃഖിതനാക്കി. അച്ഛൻ ചെയ്യാൻ പോകുന്നത് കടുത്ത അപരാധം തന്നെ. ഇതുവഴി അച്ഛന് വലിയ പാപം അനുഭവിക്കേണ്ടതായി വരും. പാപത്തിൻ്റെ ഫലം നരകവാസമാണ്. പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് പുത്രനായ തൻ്റെ കടമയാണ്. എങ്ങനെ രക്ഷിക്കാം? ദാനമായി നൽകുന്ന വസ്തുക്കൾ ഏറ്റവും നല്ലവയായിരിക്കണം. മോശമായ സാധനങ്ങൾ ആർക്കും ദാനം ചെയ്യരുത്. ദാനം സ്വീകരിക്കുന്നതിന് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നമുക്കിഷ്ടമുള്ളതിനെ മാത്രമേ ദാനം ചെയ്യാവൂ. നമുക്ക് വേണ്ടാത്തതിനെ മറ്റൊരാൾക്ക് നൽകുന്നത് ദാനമല്ല. പ്രയോജനമില്ലാത്തത് മറ്റൊരാൾക്ക് നൽകുന്നത് പാപമാണ്. യാഗത്തിൽ പങ്കുകൊള്ളാൻ ധാരാളം അതിഥികളെത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് തന്നെ. പക്ഷെ നചികേതസ് ആ തിരക്കുകളിലൊന്നും അകപ്പെടുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ സ്വന്തം അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു. ഒടുക്കം അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അങ്ങ് എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? അവൻ്റെ ചോദ്യം കേട്ടതായി അച്ഛൻ ഭാവിച്ചില്ല. കുട്ടികൾക്ക് ഓരോന്ന് ചോദിക്കാൻ കണ്ടൊരു നേരം. അച്ഛൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കൂടി കണ്ടിട്ടും നചികേതസ് പിന്തിരിഞ്ഞില്ല. വീണ്ടും വീണ്ടും അച്ഛനോട് അന്വേഷിച്ചു. രണ്ടാമതും മൂന്നാമതും ചോദിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം അച്ഛൻ ദേഷ്യം വന്നു. അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, നിന്നെ ഞാൻ കാലിന് കൊടുക്കും. ഒന്നും ആലോചിക്കാതെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. എങ്കിലും അച്ഛൻ്റെ വാക്കിനെ പാലിക്കേണ്ടത് പുത്രധർമ്മമാണല്ലോ. തൻ്റെ അച്ഛൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ താൻ ഒരിക്കലും ഒരു അധമനായി പെരുമാറിയിട്ടില്ല. ചിലപ്പോൾ ഉത്തമപുത്രനും മറ്റു ചിലപ്പോൾ മധ്യമപുത്രനുമായിട്ടുണ്ടാകും. എന്നിട്ടും അച്ഛൻ എന്നെ യമന് കൊടുക്കണമെന്ന് പറയുന്നു. യമന് എന്താണാവോ എന്നെ കൊണ്ടുള്ള പ്രയോജനം? എന്തുമാകട്ടെ, എന്തായാലും അച്ഛൻ എന്നെ യമന് ദാനം ചെയ്യാൻ നിശ്ചയിച്ചു. ആ സ്ഥിതിക്ക് ഇനി യമൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. എന്നിങ്ങനെ നിശ്ചയിച്ചുറച്ച നചികേതസ് യമലോകത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി. അവൻ അച്ഛനോട് യാത്രാനുമതി ചോദിച്ചു. ആ പിതാവ് തളർന്നുപോയി. അവിവേകവും കോപവും അശ്രദ്ധയും കൊണ്ട് താൻ പറഞ്ഞു പോയ വാക്കിൻ്റെ ഫലം ഇത്ര കഠിനമോ? കഷ്ടം, തനിക്ക് പുത്രൻ നഷ്ടമായിരിക്കുന്നു. യാഗാദികൾ കൊണ്ട് ഇനി എന്തു ഫലം? ഇത് എങ്ങനെ സഹിക്കും? തൻ്റെ മുൻകോപം കാരണം മകനെ പിരിയേണ്ടി വരുന്നുവല്ലോ. ആ പിതാവ് വളരെ സങ്കടപ്പെട്ടു. നചികേതസ് അച്ഛനെ ആശ്വസിപ്പിച്ചു. അച്ഛാ, സങ്കടപ്പെടരുത്. ഇതിൽ വിഷമിക്കാനായി ഒന്നുമില്ല. ലോകത്തിലുണ്ടായതെല്ലാം നശിക്കുക തന്നെ ചെയ്യും. മനുഷ്യരും സസ്യങ്ങളിലെ പോലെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇത് ബാധകമാണ്. അതിനാൽ അങ്ങ് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ പൂർവികർ സത്യനിഷ്ഠ പാലിച്ചിരുന്നു. അവർ പറഞ്ഞ വാക്കുകളെ എല്ലാം സത്യമായും പാലിച്ചിട്ടുണ്ട്. വാക്കു പാലിക്കാതിരിക്കുന്നത് അധർമ്മമാണ്. ധാർമ്മിക കുലത്തിൽ പിറന്ന അങ്ങ് പൂർവികരെ പോലെ സത്യവാക്കിനെ പരിപാലിച്ചാലും നമ്മുടെ പാരമ്പര്യത്തിന് കളങ്കം വരുത്തിക്കൂടാ. അതിനാൽ യമലോകത്തേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും. അച്ഛനെ ആശ്വസിപ്പിച്ചിട്ട് ദൃഢനിശ്ചയത്തോടെ യമലോകത്തേക്ക് പോകാൻ നചികേതസ് ഒരുങ്ങി. യമലോകം എന്ന് കേട്ടാൽ ആരും ഭയപ്പെടും. യമദേവൻ എന്നാൽ സാക്ഷാത് കാലദേവനാണ്, മരണത്തിൻ്റെ അധികാരി. അതുകൊണ്ട് യമലോകത്ത് പോകാൻ ജീവികൾക്കെല്ലാം ഭയമാണ്. എന്നാൽ സന്തോഷത്തോടെ യമരാജസന്നിധിയിലേക്ക് നചികേതസ് പുറപ്പെട്ടു. ജനിച്ചവയ്ക്കെല്ലാം മരണമുണ്ട്. അസംഖ്യം ജീവജാലങ്ങളിൽ പ്രതിദിനം ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മരണത്തിൻ്റെ ദേവത യമരാജനാണ്. ഈ ലോകത്തിൽ മരിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് യമലോകത്തെത്തുമെന്നാണ് വിശ്വാസം. ഒരുവൻ തൻ്റെ ജീവിതകാലത്ത് ചെയ്ത കർമ്മങ്ങളുടെ പുണ്യപാപങ്ങൾ യമലോകത്ത് വെച്ച് കണക്കെടുത്ത് നോക്കും. സത്കർമ്മങ്ങൾ ചെയ്തവർ പുണ്യവാന്മാരാണ്. അവർക്ക് സ്വർഗലോകത്ത് സുഖമായി വസിക്കാം. ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പാപികൾ നരകത്തിൽ കിടന്ന് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നചികേതസ് ഭൂമിയിൽ നിന്ന് യമൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ യമരാജാവ് അവിടെ ഇല്ലായിരുന്നു. യമരാജൻ എപ്പോഴും നല്ല തിരക്കുള്ള ദേവനാണ്. ദിവസവും ധാരാളം ആളുകൾ മരിക്കുന്നതല്ലേ. അത്യാവശ്യമായി മറ്റെവിടെയോ പോയിരിക്കുകയാണ്. നചികേതസ് യമൻ്റെ വരവും പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നു. യമൻ്റെ മന്ത്രിമാരും സേവകരും ഒക്കെ വന്നു നോക്കി. കൊള്ളാം,
മിടുക്കനായ ഒരു ബ്രാഹ്മണ ബാലൻ, ധീരനാണ്, നിർഭയനാണ്. മിക്കവരും ഭയന്ന് വിറച്ചിരിക്കുന്ന ഇവിടെ പ്രസന്നനും ഉന്മേഷവാനുമായ ഒരു ബാലൻ വന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. അധർമ്മം ചെയ്തവരാണ് യമദേവനെ ഭയപ്പെടുന്നത്. സത്യവും ധർമ്മവും നീതിയും പ്രവർത്തിക്കുന്നവർക്ക് യമകിങ്കരന്മാരെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. യമരാജൻ മരണത്തിൻ്റെ മാത്രം ദേവനല്ല, ധർമ്മരാജാവ് കൂടിയാണ്. ധർമ്മിഷ്ഠരെ അദ്ദേഹം അനുഗ്രഹിക്കും, അധർമ്മികളെ ശിക്ഷിക്കും. യമന്റെ സേവകർ നചികേതസിനെ പരിചരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. യമൻ അപ്പോൾ അവിടെ ഇല്ലാത്തതിനാൽ സേവകരുടെ അഭ്യർത്ഥന ആ ബാലൻ സ്വീകരിച്ചില്ല. ആദ്യം യമരാജൻ വരട്ടെ, അദ്ദേഹത്തെ കണ്ടിട്ട് മതി ബാക്കിയെല്ലാം. നചികേതസ് അവിടെ 3 ദിവസം കാത്തുനിന്നു. ഇതിനിടയിൽ ആഹാരം ഒന്നും കഴിച്ചില്ല, ഒരു തുള്ളി ജലം പോലും കുടിച്ചില്ല. 4-ാം ദിവസമാണ് യമൻ വന്നത്. പൂജാർഹനായ ഒരു ബ്രാഹ്മണ ബാലൻ 3 ദിവസമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നവരെ യമൻ അറിഞ്ഞു. അദ്ദേഹം വല്ലാതെ വ്യസനിച്ചു. കാരണമുണ്ട്. നചികേതസ് ഇപ്പോൾ യമന്റെ അതിഥിയാണ്, അതിഥി ദേവനാണ്. യഥോചിതം അതിഥിയെ പൂജിക്കാതിരിക്കുന്നത് അധർമ്മമാണ്. പുണ്യഫലങ്ങളൊക്കെ നശിച്ചു പോകും. ധർമ്മരാജൻ തന്നെ അധർമ്മം പ്രവർത്തിക്കുകയോ കഷ്ടം തന്നെ. യമൻ നചികേതസിനെ വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു. ഭക്ഷണപാനീയങ്ങൾ നൽകി. സേവകരുമായി ചേർന്ന് ഗംഭീരമായി സൽക്കരിച്ചു. 3 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും ആദരിക്കാൻ കഴിയാതെ പോയതിലും വീണ്ടും വീണ്ടും മാപ്പ് ചോദിച്ചു. നചികേതസിൽ സംപ്രീതനായി യമൻ പറഞ്ഞു, എന്നെ കാണുന്നതിന് വേണ്ടി 3 ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നുവല്ലോ, ഖേദകരം തന്നെ. അതുകൊണ്ട് പ്രായശ്ചിത്തമായി ഓരോ ദിവസത്തിനും ഓരോന്ന് വീതം അങ്ങേക്കിഷ്ടമുള്ള 3 വരങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അല്ലയോ യമധർമ്മരാജാവേ, ഞാൻ എൻ്റെ അച്ഛനെ വിട്ടുപോന്നവനാണ്. അതിൽ അതീവ ദുഃഖിതനായിരിക്കുകയാണ് അദ്ദേഹം. എന്നോട് ദേഷ്യവും ഉണ്ടാകാം. അദ്ദേഹം ദുഃഖമെല്ലാം മറന്ന് സന്തുഷ്ടനായി തീരണം. അങ്ങയുടെ അടുത്തുനിന്ന് മടങ്ങി ചെല്ലുന്ന എന്നെ അച്ഛൻ തിരിച്ചറിയുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും വേണം. ഇതാണ് 1-ാമത്തെ വരമായി ഞാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാവട്ടെ. യമൻ 1-ാമത്തെ വരം നൽകി. ഇനി 2-ാമത്തെ വരമായി എന്തു വേണം? അല്ലയോ യമധർമ്മരാജാവേ, ഭൂമിയിലുള്ള ജീവിതത്തെ അപേക്ഷിച്ച് സ്വർഗജീവിതം വളരെ ശ്രേഷ്ഠമാണ്. ഈ ലോകത്ത് ജീവികൾ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. വിശപ്പ്, ദാഹം, രോഗം, വാർദ്ധക്യം, മരണം, പലവിധ ദുരിതങ്ങൾ എന്നിങ്ങനെ ക്ലേശങ്ങൾ ലോകത്ത് ഏറെയാണ്. ദുഃഖപൂർണമാണ് ഭൂമിയിലെ ജീവിതം. എന്നാൽ സ്വർഗത്തിൽ ഈ വിധ ദുഃഖങ്ങളൊന്നുമില്ല. എല്ലാവരും അവിടെ സുഖമായി വസിക്കുന്നു. അങ്ങനെയുള്ള സ്വർഗത്തിൽ വസിക്കാൻ പ്രാപ്തരാക്കുന്ന യാഗങ്ങളും ഹോമങ്ങളും അനുഷ്ഠിക്കേണ്ടുന്ന അഗ്നിവിദ്യ എനിക്ക് പറഞ്ഞു തന്നാലും. അങ്ങനെയാവട്ടെ. യമൻ അഗ്നിവിദ്യ പറഞ്ഞു കൊടുത്തു. അതിൽ നചികേതസിന്റെ ശ്രദ്ധയും ശുഷ്കാന്തിയും പഠന സാമർഥ്യവും കണ്ടറിഞ്ഞ് യമധർമ്മരാജാവ് വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹം അരുളി ചെയ്തു, കുട്ടി, നിന്റെ ബുദ്ധിവൈഭവം എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾ നിന്നെപ്പോലെ വേണം. നിനക്ക് ഞാൻ പ്രത്യേകമായി ഒരു വരം കൂടി ഇതാ നൽകുന്നു, സ്വർഗപ്രാപ്തിക്കുള്ള അഗ്നിവിദ്യ. ഇന്നു മുതൽ നചികേതാഗ്നി എന്നറിയപ്പെടും. വളരെ മനോഹരവും വിചിത്രവുമായ ഒരു അപൂർവ രത്നമാലയെയും നീ സ്വീകരിക്കുക. ഇതെൻ്റെ മറ്റൊരു സമ്മാനമാണ്. യമൻ വിശിഷ്ടമായ തൻ്റെ രത്നമാല നചികേതസിന് സമ്മാനിച്ചു. ഇനി 3-ാമത്തെ വരം കൂടി ചോദിച്ചുകൊള്ളൂ. പ്രഭു, മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നെയും എന്തോ ഒന്ന് അവശേഷിക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു. ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് വേറെ ചിലരുടെ അഭിപ്രായം. ഈ 2 അഭിപ്രായങ്ങളിൽ ഏതാണ് സത്യമായിട്ടുള്ളത്? എൻ്റെ ഈ സംശയത്തിനൊരു പരിഹാരം അങ്ങ് എനിക്ക് ഉപദേശിക്കണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന 3-ാമത്തെ വരം. നചികേതസിന്റെ ചോദ്യം യമനെ വല്ലാതെ വിസ്മയിപ്പിച്ചു. ഒരു കുട്ടിയിൽ നിന്ന് ഇത്തരമൊരു ആഗ്രഹം ആരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കുകയില്ല. മരണാനന്തര രഹസ്യത്തെക്കുറിച്ചുള്ള ഇവന്റെ ജിജ്ഞാസ പ്രശംസനീയം തന്നെ. പക്ഷേ അതറിയുവാനുള്ള യോഗ്യത ഇവനുണ്ടോ? എത്രയും പരമവും രഹസ്യമായിരിക്കുന്ന ആ സത്യങ്ങളെ പറഞ്ഞു കേട്ടാൽ ഇവന് മനസ്സിലാക്കാൻ കഴിവുണ്ടാവുമോ? ഒന്ന് പരീക്ഷിക്കുക തന്നെ. നചികേതസേ, നീ ചെറിയൊരു കുട്ടിയാണ്. നിന്റെ സംശയം അത്യന്തം സൂക്ഷ്മമാണ്. ദേവന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ സംശയം തീർന്നിട്ടില്ല. നിന്നെപ്പോലൊരു കുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് ഈ വരത്തെ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും വരം ചോദിക്കൂ, തരാം. യമന്റെ വാഗ്ദാനം നചികേതസിനെ തൃപ്തനാക്കിയില്ല. പ്രഭു, ദേവന്മാർക്ക് പോലും ഈ വിഷയത്തിൽ സംശയം തീർന്നിട്ടില്ല അങ്ങ് പറയുന്നു. മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടതാനും. എന്നാൽ ഇക്കാര്യം പറഞ്ഞു തരുവാൻ അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ വേറൊരാളെ ഞാൻ കാണുന്നില്ല. മരണത്തിന്റെ ദേവനായ അങ്ങയേക്കാൾ യോഗ്യനായി മരണാനന്തര കാര്യങ്ങളെ പറ്റിയുള്ള സംശയം പരിഹരിക്കുവാൻ ആരെയും ഈയുള്ളവൻ കാണുന്നുമില്ല. ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭം പാഴാക്കുകയില്ല. അതുകൊണ്ട് ഇതൊഴിച്ച് മറ്റു വരമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ആവശ്യവുമില്ല. ശ്രദ്ധയും ബുദ്ധിശക്തിയും കഴിവും സാമർഥ്യവും അറിവ് നേടാനുള്ള വ്യാകുലതയും ഇവർക്കുള്ളവർക്ക് മാത്രമേ വിദ്യ സമ്പാദിക്കാനാകൂ. ശിഷ്യന്റെ ഈ വിധ യോഗ്യതകൾ പരിശോധിക്കേണ്ടത് ഗുരുവിന്റെ കർത്തവ്യമാണ്. അയോഗ്യരിൽ ഒരു വിദ്യയും വിളങ്ങുകയില്ല. പരമമായിരിക്കുന്ന രഹസ്യവിദ്യയെ ജിജ്ഞാസുവായ ഉത്തമ ശിഷ്യനല്ലാതെ ഗുരുക്കന്മാർ ഉപദേശിക്കുകയില്ല.
നചികേതസ്സിനെ ശരിക്കും പരീക്ഷിക്കുവാൻ യമധർമ്മരാജാവ് നിശ്ചയിച്ചു. നചികേതസ്സേ, നിനക്ക് 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന പുത്രന്മാരെയും പൗത്രന്മാരെയും തരാം. 1000കണക്കിന് പശുക്കളെയും കുതിരകളെയും ആനകളെയും തരാം. സ്വർണം, വെള്ളി തുടങ്ങിയ വിലയേറിയ എത്ര വേണമെങ്കിലും സ്വീകരിച്ചുകൊള്ളുക. ഭൂമിയിൽ വലിയൊരു സാമ്രാജ്യം വേണമെങ്കിൽ അതും ആവശ്യപ്പെട്ടുകൊള്ളുക. അതെല്ലാം അനുഭവിക്കാൻ എത്ര കാലം നീ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം നിനക്ക് ജീവിക്കുകയും ചെയ്യാം. പ്രഭോ, ഇവയൊന്നും എനിക്ക് ആവശ്യമില്ല. എങ്കിൽ നീ ധാരാളം ധനവും ദീർഘായുസ്സും നേടുക. നിന്നെ വിശാലമായൊരു സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാക്കാം. മനുഷ്യലോകത്തിൽ ലഭിക്കാത്ത സുഖസാമഗ്രികളെപ്പറ്റി നിനക്ക് ആഗ്രഹമുണ്ടാകാം. അതെല്ലാം നീ വരമായി സ്വീകരിക്കുക. മനുഷ്യർക്ക് ഒരിക്കലും ലഭിക്കാത്ത ദിവ്യസുന്ദരിമാരെ തേരിലേറ്റി വാദ്യഘോഷങ്ങളോടുകൂടി നിനക്ക് നൽകാം. ഇവരെല്ലാം നിന്നെ എന്നും പരിചരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ നീ എത്രയും സുഖമായി ജീവിക്കുക. മരണത്തെപ്പറ്റിയുള്ള സംശയം വിടുക. അതിനെപ്പറ്റി സംശയിക്കരുത്. അത്തരം ചോദ്യമോ വരമോ ആവശ്യപ്പെടരുത്. ഏതൊരാഗ്രഹത്തെയും വിചാരമാത്രയിൽ ഇഷ്ടം പോലെ അനുഭവിക്കാൻ കഴിവുള്ളവനാക്കി നിന്നെ മാറ്റാം. ഇങ്ങനെ പല വിധത്തിൽ നചികേതസ്സിനെ പ്രലോഭിപ്പിക്കാൻ യമരാജൻ ശ്രമിച്ചു. എന്നിട്ടും നചികേതസ് അതിനൊന്നും വശപ്പെട്ടില്ല. അവൻ പറഞ്ഞു, അല്ലയോ യമധർമ്മരാജാവേ, അങ്ങ് എനിക്ക് തരാമെന്ന് പറയുന്ന ഈ സുഖ സമ്പാദ സാമഗ്രികളിലെല്ലാം തന്നെ നാളേക്ക് നിലനിൽപ്പില്ലാത്തവയാണ്. എല്ലാം നശിച്ചു പോകുന്നവയാണ്. അനുഭവിക്കുന്ന കാലത്ത് അവയെല്ലാം മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളുടെ ബലത്തെ നശിപ്പിക്കുന്നവയാണ്. എനിക്ക് ദീർഘായുസ് തരാമെന്ന് അങ്ങ് പറയുന്നു. വിചിത്രം തന്നെ. അനന്തമായ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതൊരു ജീവിതവും അല്പകാലം മാത്രമേ ഉള്ളൂ. അങ്ങ് എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന പശുക്കളും കുതിരകളും രഥങ്ങളും സുന്ദരിമാരും നൃത്തവും ഗീതവും ഒക്കെ അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. പരമമായിരിക്കുന്ന ആത്മതത്വത്തെ മാത്രം എനിക്ക് ഉപദേശിച്ചു തന്നാലും. മനുഷ്യ ജീവിതത്തിലെ മരണാദി ദുഃഖങ്ങളെ നശിപ്പിക്കുവാൻ ആധ്യാത്മിക വിദ്യയ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ. മറ്റൊരു വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നചികേതസ്സേ, നിന്റെ മറ്റേതൊരാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. പ്രഭോ, ഇതല്ലാതെ മറ്റൊരു വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധനം കൊണ്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വിഷയങ്ങളെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് വിരക്തിയും പ്രയാസമാണ്. സകല ദേവന്മാർക്കും ബഹുമാന്യനായ അങ്ങയെ കണ്ടുമുട്ടിയ ഞാൻ ധന്യനാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ധനവും ജീവിതകാലവും വേണ്ടത്ര നേടാനാകും. എന്നാൽ എനിക്ക് ആവശ്യം ആയുസ്സിനും ധനത്തിനും ഉപരിയായ ആത്മജ്ഞാനം ഒന്ന് മാത്രമാണ്. പ്രഭോ, ജരാമരണങ്ങളില്ലാത്തവരും അനുഗ്രഹശക്തിയോടു കൂടിയവരുമായി അങ്ങയെപ്പോലെയുള്ള ദേവന്മാരുടെ മുന്നിലെത്താൻ സാധിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിൽ വച്ച് തന്നെ സാധിക്കുന്ന സ്വർണം, സ്ത്രീ, കുളി, പാട്ട്, വാഹനം, ഭൂമി മുതലായവയെ വരമായി സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. മൃത്യുദേവ, മനുഷ്യജീവിതത്തിൽ മഹത്തായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന പരലോകവിദ്യയെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നാലും ആ വിഷയത്തിലുള്ള എൻ്റെ സംശയങ്ങൾ ഇല്ലാതാക്കിയാലും. നചികേതസ് തൻ്റെ നിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിന്നു. എത്ര തന്നെ ശ്രമിച്ചാലും ആത്മവിദ്യ സമ്പാദിക്കാനുള്ള ലക്ഷ്യത്തിൽ നിന്ന് നചികേതസ് പിന്മാറുകയില്ലെന്നറിഞ്ഞ യമധർമ്മരാജാവ് അവനിൽ സന്തുഷ്ടനായി തീർന്നു. പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ച് അവൻ ആത്മവിദ്യയ്ക്ക് അധികാരിയാണെന്ന് തെളിയിച്ചു. യമധർമ്മരാജാവ് നചികേതസിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകി ആത്മവിദ്യ പകർന്നു നൽകി അനുഗ്രഹിച്ചു. ശരീരാദികളിൽ നിന്ന് വേർതിരിക്കുന്നതും എന്നാൽ എല്ലാവരുടെയും അന്തര്യാമിയായിരിക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതുമായ ആ ആത്മാവിൻ്റെ സ്വരൂപവും സത്യത്വവും നചികേതസ് മനസ്സിലാക്കി. ശരീരം നശിക്കുമ്പോഴും ആത്മാവിന് നാശമില്ല. അവിനാശിയായ ആത്മാവ് അവശേഷിക്കുന്നു. എല്ലാവരുടെയും യഥാർത്ഥ സ്വരൂപമായിരിക്കുന്നത് ആത്മാവാണ്. ജീവന്മാരുടെ ലക്ഷ്യം ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുകയുമാണ്. അതിന് ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണം. യമധർമ്മരാജാവിൻ്റെ ഉപദേശപ്രകാരം ഏകാഗ്ര മനസ്സോടുകൂടി എല്ലാം ശ്രദ്ധയോടെ അഭ്യസിച്ച നചികേതസ്സിന് ആത്മസാക്ഷാത്കാരം നേടാനായി. ഓം തത് സത്.